അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സെമോളിന സ്പൈസി ബോൾസ് ആണ്. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മടുപ്പുണ്ടാകും. അപ്പൊ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ അതിൽ വരുത്തുകയാണെങ്കിൽ മുതിർന്നവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഈ പാൻ ചൂടാവുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന പച്ചമുളകിന്റെയും ഇഞ്ചിയുടെയും ഇട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ശരിക്കും ഇതിന്റെ പച്ച മണം മാറണം ഈ നെയ്യിൽ കിടന്നിട്ട്. ഇപ്പൊ ഇവിടെ പച്ചമണം മാറി വരുന്നുണ്ട്. ഈ സമയം കുറച്ച് പൊടികൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. 1/4 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് റവ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണ്. 1 കപ്പ് റവ എന്ന് പറയുമ്പോൾ 250 ml കപ്പിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. റോസ്റ്റഡ് റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പൊ റോസ്റ്റഡ് അല്ലാത്ത റവ ആണെങ്കിൽ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഇത് ഈ നെയ്യിൽ വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് നമ്മൾ ഇതൊന്ന് നെയ്യിൽ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഈ റവ ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ 2 കപ്പ് നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ ഉപ്പിട്ടിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ്. 1 കപ്പ് റവയ്ക്കാണ് ഞാനിവിടെ 2 കപ്പ് വെള്ളം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കട്ടയില്ലാതെ വേണം നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടത്. ശരിക്കും നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ നമുക്കിത് ഇളക്കിയെടുക്കണം. ഒട്ടും കട്ട കെട്ടാൻ പാടില്ല. ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഇതുപോലെ കുറച്ച് തിക്നെസ് ആവുമ്പോഴേക്കാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യരുത്. കണ്ടോ, പരുവായിട്ടില്ല. ഇതുപോലെ പാനിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ ഇത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കും. കണ്ടോ, ഇതുപോലെ എടുക്കാൻ കഴിയണം. ഇനി ഇത് മൂടി വെച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 3 മിനിറ്റ് മാറ്റി വെക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതെടുത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിവിടെ മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ എല്ലാം പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ടുവരും. ഇതാണ് ഇതിന്റെ ഒരു പരുവം. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കേസരി പോലെയൊക്കെ തോന്നും അല്ലേ? ഈ ഒരു ചൂടോടുകൂടി വേണം നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഇത് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഓയിലൊന്ന് കയ്യിൽ തടവി കൊടുക്കാം. ശരിക്കും നമ്മള് പത്തിരിക്കും ഒറോട്ടിക്കും ഒക്കെ കുഴക്കത്തില്ലേ, അതുപോലെ ഇത് കുഴച്ചെടുക്കാം. വെള്ളം തൊടരുത്. ഇതുപോലെ ഓയില് തടവിയിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനുള്ളത്. ഒട്ടും വെള്ളം തൊട്ട് കളയരുത്. ഞാൻ കാണിച്ചിരിക്കുന്ന ഈ അളവുകളെല്ലാം നിങ്ങൾ കറക്റ്റ് ചെയ്ത് തന്നെ എടുക്കണം. ഇടയ്ക്ക് എനിക്ക് 1-2 പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുണ്ടാക്കി ശരിയായില്ല, ഉള്ളു വെന്തില്ല, പൊങ്ങി വന്നില്ല, ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്, ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് അരമണിക്കൂറിനുള്ളിലാണ് എനിക്ക് ഈ കമന്റ്സ് വരുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കൂ. എന്തായാലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് അവരൊന്ന് കണ്ടിട്ട് പിന്നെ അതുണ്ടാക്കേണ്ട ടൈമും എല്ലാം എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് അവര് ശ്രദ്ധിക്കാതെ ഈ അരമണിക്കൂറിനുള്ളിൽ ഇങ്ങനത്തെ കമന്റ്സ് വരുമ്പോൾ എനിക്കറിയാം മനഃപൂർവ്വം എനിക്കിങ്ങനെ ഒരു കമന്റ് ഇടുന്നതാണെന്ന്. കാരണം ഇതേ സാധനം ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേര് നന്നായിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഫോട്ടോസും ഒക്കെ എനിക്ക് മെയിലിൽ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ്, അല്ലെങ്കിൽ തന്നെ ഞാൻ കാണിക്കുന്ന കാര്യം ഞാൻ അത്ര കോൺഫിഡൻസോട് കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓരോ സ്റ്റെപ്പും ഒട്ടും വിട്ടുപോകാതെ
ക്ലിയർ ആയിട്ട് നിങ്ങൾ അത് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കുമ്പം ഞാൻ ഉണ്ടാക്കുന്ന അളവ് ശരിക്കും ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോ ഇവിടെ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടി മാറ്റി വെക്കാം. ഇത് ഉരുട്ടുന്നതിന് മുൻപ് കയ്യിൽ കുറച്ചൊന്ന് ഓയിലൊന്ന് തടവിയേക്കണം. ഇതുപോലെ കുറച്ച് പീസ് എടുത്തിട്ട് വേണം ചെറിയ ബോൾസ് ആക്കി എടുക്കേണ്ടത്. ഇതിന് നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് കുഴച്ചെടുക്കുമ്പം നല്ല വൃത്തി അയച്ച് വേണം ഇത് കുഴച്ചെടുക്കാനുള്ളത്. അല്ലെങ്കിൽ നമ്മളിത് ആവി കയറ്റുമ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. കണ്ടോ, ഇതുപോലെ ചെറിയ ഉരുളയാക്കി ഉരുട്ടിയെടുക്കണം. ഉരുളകൾ ഒരേ സൈസിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലേ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. ഈ ഒരു സൈസ് മതിയാകും. ഇനി ഇരിക്കുന്ന ഈ റവയെല്ലാം നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങളിത് ഈ ഒരു ചൂടിൽ തന്നെ ഉരുട്ടിയെടുക്കണം. വല്ലാതെ തണുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് കട്ട കെട്ടത്തേ ഉള്ളൂ. ഉരുട്ടിയാൽ നമുക്കിത് ഉരുള പിടിക്കത്തില്ല. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഈ റവയെല്ലാം ഞാനിവിടെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ആവി കയറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആവി കയറ്റുമ്പം സ്റ്റീം ചെയ്യേണ്ട തട്ടിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തടവിയെടുത്താലും മതിയാവും. ഓയിൽ തടവിയ തട്ടിൽ വേണം നമ്മളിത് സ്റ്റീം ചെയ്ത് എടുക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് നന്നായിട്ട് ഓയിലൊക്കെ തടവിയിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാനിവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം തിള വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് ഈ സ്റ്റീം ചെയ്യേണ്ട പാത്രം വെച്ചു കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഈ ഉരുളയാക്കിയ ഈ ഓരോ ബോൾസും ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ബോൾസ് എല്ലാം ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ആവി കയറ്റുമ്പോൾ ഇതുപോലെ നിരത്തി വെച്ചിട്ട് വേണം, അതായത് ഇതുപോലെ പരന്നിരിക്കണം. അല്ലാതെ ഒന്നൊന്നിന്റെ മീതെ അങ്ങനെ അടുക്കി വെച്ചിട്ട് നിങ്ങൾ ആവി കയറ്റരുത്. അങ്ങനെ വന്നാൽ അത് പൊട്ടിപ്പോവും. അപ്പൊ ഇനി ഇതിപ്പം ഞാൻ ലിഡ് കൊണ്ട് ഇത് മൂടാണ്. മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റിയെടുക്കും. ഞാൻ ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാണ്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടല്ലോ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഒന്നും പൊട്ടിപ്പോവുക ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ചൂടോടെ ഇതിൽ നിന്ന് ഇളക്കരുത്. ഇതൊന്ന് തണുത്ത ശേഷം മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് ഇളക്കാവൂ. അല്ലെങ്കിൽ ഇത് ഈ സ്റ്റീമറിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇത് സ്റ്റീമറിൽ നിന്ന് മാറ്റി തണുക്കാൻ വെക്കുവാണ്. ഇത് കണ്ടോ, ഇതിപ്പോ ഇവിടെ തണുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഓൾറെഡി കുക്ക് ചെയ്തതാണല്ലോ. ആവി കയറ്റുമ്പം 5 മിനിറ്റ് നമ്മളിത് ആവി കയറ്റിയാൽ മതിയാകും. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ നിങ്ങൾ ഈ ടെക്സ്ചർ കണ്ടോ, ഇതുപോലെ ഇരിക്കുന്ന ടെക്സ്ചർ കിട്ടണമെങ്കിൽ നമ്മളിത് ആവി കയറ്റി തന്നെ എടുക്കണം. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഇവിടെ ചൂടാകുമ്പോഴേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടുമ്പോഴേക്ക് ഞാനിവിടെ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് 2 ആക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്ക് കുറച്ച് പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറുപയർ പരിപ്പ്, ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ഈ ചെറുപയർ പരിപ്പും ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാണ്. വളരെ കുറച്ച് 1/4 ടീസ്പൂണേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്തത്. കരിവേപ്പില ചേർത്ത ശേഷമാണ് ഞാൻ അത് ഇട്ടിരിക്കുന്നത്, കാരണം അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. ഇനി ഇതൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും, കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും, 1/4 ടീസ്പൂൺ കായപ്പൊടിയും, പാകത്തിനുള്ള ഉപ്പും. ഉപ്പിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ റവ ബോൾസ് ഉണ്ടാക്കിയത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കാവൂ. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ആവി കയറ്റി വെച്ചിരിക്കുന്ന ഈ റവയുടെ ബോൾസ് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് പൊട്ടിപ്പോവാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇളക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
സ്പൈസി സെമോൾന ബോൾസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന് മുകളിൽ കുറച്ച് മല്ലിയിലൂടെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുവാണ്. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ വിചാരിക്കും എങ്കിൽ പിന്നെ ഇത് ഉപ്പുമാവായിട്ട് കഴിച്ചാൽ പോരേന്ന് തോന്നും. പക്ഷെ അതിൽ വ്യത്യസ്തതയില്ലല്ലോ. ഇങ്ങനെയല്ലേ വ്യത്യസ്തതയൊക്കെ വരുന്നത്. നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.